നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാണാം. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ എക്സൈസിന്റെ ലഹരിവേട്ട. പുന്നയൂർകുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ പുതുക്കാട് നിന്നും പിടികൂടി. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയസംഗമവും KP വിശ്വനാഥൻ അനുസ്മരണവും നടത്തി. വാർത്തകൾ വിശദമായി അറിയാം. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ എക്സൈസിന്റെ ലഹരിവേട്ട. വിപണിയിൽ 5 ലക്ഷം രൂപയോളം വില വരുന്ന 20 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശിയായ 29 വയസ്സുള്ള നസീറുൽ ഹുസൈനാണ് വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്നറിയപ്പെടുന്ന ബ്രൌൺ ഷുഗറാണ് പിടികൂടിയത്. ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് 500 രൂപ മുതലാണ് ഇത് വിറ്റഴിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പുന്നയൂർകുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പരൂർ ചിറ്റയിൽ ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത്. വീടിന് മുന്നിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് ബൈക്ക് ഉടമ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ പുതുക്കാട് നിന്നും പിടികൂടി. കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിന് നേരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ തൃശൂർ റൂറൽ പോലീസ് പുതുക്കാട് നിന്നും പിടികൂടി. നാട്ടിക തൃപ്രയാർ പട്ടത്ത് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ആകാശ് ബാബുവിനെയാണ് പിടികൂടിയത്. കാഞ്ഞാണി സിംല ബാറിന് സമീപം കാഞ്ഞാണി സ്വദേശി പുറത്തൂർ വീട്ടിൽ ലിയോയെ കാർ ക്രോസ് ചെയ്ത് നിർത്തിയതിലുള്ള തർക്കത്തെ തുടർന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനാണ് ആകാശ് ബാബുവിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. ശാസ്ത്രീയമായ അന്വേഷണത്തിനിടെ പുതുക്കാട് നിന്നുമാണ് പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതി ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേച്ചേരി സ്വദേശിയുമായ ഊക്കേൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3 അംഗ സംഘം അടിച്ചു തകർത്തത്. കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മുബാറക്ക് കുടുംബമായി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ഗ്ലാസ് കല്ലുപയോഗിച്ച് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയ സംഗമവും KP വിശ്വനാഥൻ അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് കൈപ്പള്ളി, പ്രവീൺ മാഷ്, ജോൺ വട്ടക്കാവിൽ, MM ബിജു, KR ഔസേപ്പ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, സജീവൻ വെട്ട്യാടൻചിറ, ഷീല വിപനചന്ദ്രൻ, ടെസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായ KR ഔസേപ്പിനെയും ഡെപ്യൂട്ടി ലീഡറായി പള്ളിപ്പറമ്പിനെയും സെക്രട്ടറിയായി മിനി ടീച്ചറെയും വിപായി നൂർജഹാൻ നവാസിനെയും ട്രഷറായി സിബി പൗലോസിനെയും തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 140 രൂപ കുറഞ്ഞു. ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ
താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ എക്സൈസിന്റെ ലഹരിവേട്ട. പുന്നയൂർകുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ പുതുക്കാട് നിന്നും പിടികൂടി. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയസംഗമവും KP വിശ്വനാഥൻ അനുസ്മരണവും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും രാവിലെ 6:30-നും 7:30-നും 8:30-നും 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.